നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടപ്പെട്ട മതങ്ങളിൽ വിശ്വസിക്കാനും ആരാധന നടത്താനും എല്ലാം നമുക്കതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും മറ്റുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാക്കിക്കൊണ്ടാകരുത് എന്നുള്ളത് മാത്രം. ഇപ്പോൾ അത്തരത്തിലൊരു വീഡിയോയും വാർത്തയുമാണ് പുറത്തു വരുന്നത്. നഗരത്തിരക്കിൽ നടു റോഡിൽ നിസ്കാരവുമായി വീട്ടമ്മ. ഉച്ചയ്ക്ക് 12:30 നഗരത്തിലെ വളരെ തിരക്കേറിയ സമയത്ത് വളരെ ഗതാഗത കുരുക്കുള്ളതുമായ പാലക്കാട് IMA ജംഗ്ഷനിൽ ഒരു സ്ത്രീ നിസ്കാരപ്പായ വിരിച്ച് നിസ്കാരം തുടങ്ങുകയായിരുന്നു. എല്ലാവർക്കും വളരെ അത്ഭുതം തോന്നി, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. കാരണം ഉച്ച സമയമാണ്, വളരെ ചൂട് കൂടുന്നൊരു സമയമാണ്. മാത്രമല്ല വാഹനങ്ങൾ റോഡിൽ വളരെ തിരക്കേറിയ സമയം കൂടിയാണ്. ഇത്തരത്തിൽ വളരെ തിരക്കേറിയ ഭാഗത്താണ് നടു റോഡിൽ പാവിരിച്ച് ഒരു സ്ത്രീ നിസ്കരിക്കാൻ തുടങ്ങുന്നത്. കോയമ്പത്തൂർ കുനിയമുത്തൂരിൽ താമസിക്കുന്ന കൊല്ലങ്കോട് നണ്ടക്കിഴായ സ്വദേശി അനീസുമയാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത്. നടു റോഡിൽ നിസ്കാരം തുടങ്ങിയതോടെ റോഡ് മുഴുവൻ ബ്ലോക്കായി. സംഭവം എന്തെന്നറിയാതെ യാത്രക്കാരും സമീപത്തെ കച്ചവടക്കാരും എല്ലാവരും അവിടെ ഇറങ്ങി വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് എന്താണ് നിസ്കരിക്കാൻ ഈ നടു റോഡിൽ അതിന് പിന്നിലുള്ള കാരണം എന്നുള്ളത് വ്യക്തമാക്കിയത്. മരിച്ചുപോയ ഭർത്താവിൻ്റെ പേരിലുള്ള 8 സെന്റ് പുരയിടം അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ തനിക്ക് വീതം നൽകാതെ തട്ടിയെടുത്തതാണ് പ്രതിഷേധത്തിന് കാരണം. വില്ലേജിലും പഞ്ചായത്തിലും രാഷ്ട്രീയക്കാരോടുമൊക്കെ പറഞ്ഞു നോക്കി. രക്ഷയില്ലെന്ന് കണ്ടാണ് അനീസുമ്മ അറ്റകൈ പ്രയോഗവുമായി നടു റോഡിലിറങ്ങിയത്. പോലീസ് എത്തി അനുനയിപ്പിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇവരുടെ ബന്ധുക്കളോട് വരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് പോലീസ്. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ കടയിലേക്കോ മറ്റു പോയപ്പോഴാണ് അനീസുമ്മ പ്രതിഷേധ നിസ്കാരം തുടങ്ങിയത്. വസ്തു സംബന്ധിച്ച് പ്രശ്നത്തിൽ തനിക്ക് നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അനീസുമ്മ അവിടെ ചെയ്തത്. സ്ത്രീയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ കുനിയമ്പത്തൂർ സ്വദേശിനിയാണ് അനീസുമ്മ എന്ന് മാത്രമാണ് റിപ്പോർട്ടുകൾ. തൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളോടുള്ള പ്രതിഷേധമാണ്, അവർ ആ സ്ഥലം തട്ടിയെടുത്തതിനുള്ള പ്രതിഷേധമാണ് ഇത്തരത്തിൽ നടു റോഡിൽ നിസ്കാരം നടത്തി പ്രതിഷേധിക്കാനായിട്ട് അനീസുമ്മ തീരുമാനിച്ചത്. തനിക്ക് 2 മക്കളുണ്ടെന്നും നീതി ലഭിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടെയുണ്ടായിരുന്ന സഹോദരൻ കടയിൽ പോയ സമയത്താണ് അനീസുമ്മ റോഡിലിരുന്ന് നിസ്കാരം തുടങ്ങിയത്. വിവരമറിഞ്ഞെത്തിയ ടൗൺ സൗത്ത് പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് മാറ്റി. ഇവരുടെ സഹോദരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാനുള്ള ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. ഏതായാലും കുറച്ചു നേരത്തേക്കാണെങ്കിലും റോഡ് മുഴുവൻ അനീസുമ്മ കാരണം ബ്ലോക്ക് ആവുകയും ചെയ്തു. മാത്രമല്ല നടു റോഡിൽ ഈ വെയിലത്ത് ഇത്തരത്തിലൊരു പ്രവൃത്തി കണ്ടപ്പോൾ ആളുകളെല്ലാം തന്നെ അത്ഭുതത്തോടെയാണ് നോക്കി കണ്ടത്. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇത്തരത്തിൽ നടു റോഡിൽ നിന്ന് നിസ്കരിക്കുന്നത്, ചെയ്യുന്നത്, കാണുന്നത് എന്നുള്ളതൊക്കെ. ഏതായാലും പോലീസ് വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. കൃത്യമായി അതിനുശേഷം എന്തായിരിക്കും, പോലീസിന് എന്തെങ്കിലും നടപടി എടുക്കാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ. ഏതായാലും അനീസുമ്മ ഈ നടു റോഡിൽ നിസ്കരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്.